രാവിലെ ശ്രീ എണീറ്റു. പിരിഞ്ഞു കിടക്കുന്ന മുടിയെല്ലാം മുകളിലേക്ക് കെട്ടിവെച്ചു. പിന്നെ അടുത്ത് കിടക്കുന്ന കുഞ്ഞൂട്ടനെ നോക്കി എണീറ്റു. കുഞ്ഞൂട്ടനെ എഴുന്നേൽപ്പിക്കാതെ തലയണ അടുത്ത് വെച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി. അടുക്കളയിൽ വെളിച്ചം കണ്ടപ്പോൾ മനസ്സിലായി കമലമ്മ എണീറ്റു എന്ന്. അവൾ അവിടേക്ക് ചെന്നപ്പോൾ കമലയുടെ കൂടെ സംസാരിച്ച് നിൽക്കുന്ന മേരിയെയും സുമയെയും കണ്ട് അവൾ ഒന്ന് നിന്നു. പിന്നെ അവൾ അവിടേക്ക് ചെന്ന് അവളെ കണ്ടതും സുമ ചിരിച്ചുകൊണ്ട് ചായ കൊടുത്തു. അവളത് വാങ്ങാതെ പുറത്തേക്കിറങ്ങി. സുമയുടെ മുഖം മങ്ങി അവരുടെ കണ്ണു നിറഞ്ഞു. സുമ കമലയെ നോക്കി ഒന്ന് ചിരിച്ചു. പാറുമോള് ഇപ്പോഴൊന്നും ചായ കുടിക്കില്ല, അവളുടെ ജോലിയെല്ലാം കഴിഞ്ഞ് അവൾ ചായ കുടിക്കൂ എന്ന് പറഞ്ഞ് അവർ അടുപ്പിലുള്ള കറി ഇറക്കി വെച്ചു. മേരി ശ്രീകുട്ടിയോടൊപ്പം പുറത്തേക്കിറങ്ങി. നല്ല ഇരുട്ടാണ്, നേരം വെളുത്ത് വരുന്നതേയുള്ളൂ. ശ്രീകുട്ടി വീടിൻ്റെ പുറത്തേക്കിറങ്ങി. നല്ല മഞ്ഞുണ്ട്. അവൾ കോഴിക്കൂടിൻ്റെ മുകളിൽ നിന്നും ചൂലെടുത്ത് പിന്നെ ഓടിൻ്റെ മുറ്റം അടിച്ചു വാരാൻ തുടങ്ങി. അവളുടെ മുറ്റം അടിച്ചു വാരുന്ന ശബ്ദം കേട്ട് കിങ്ങിന് ശബ്ദമുണ്ടാക്കുന്നുണ്ട്. അവൾ ചിരിച്ചുകൊണ്ട് തൻ്റെ ജോലി തുടർന്നു. അടിച്ചുവാരി നിവർന്നു നിന്നതും ജോഗിങ്ങിന് പോവാൻ നിൽക്കുന്ന രവിയെ കണ്ടതും ചിരിച്ചുകൊണ്ടിരിക്കുന്ന അവളുടെ മുഖം മങ്ങി. അവൾ മുഖം തിരിച്ചുകൊണ്ട് അടുക്കള ഭാഗത്തേക്ക് പോയി. ചൂല് അവിടെ വെച്ച് അപ്പോഴേക്കും അപ്പുണ്ണിയേട്ടൻ എത്തി. അവൾ അയാൾക്ക് പാല് കറക്കാൻ വേണ്ട പാത്രം എടുത്തു കൊടുത്തു. ബാത്റൂമിൽ കയറി കുളിച്ചിറങ്ങിയപ്പോഴേക്കും അപ്പുണ്ണിയേട്ടൻ പാല് കറക്കുന്ന കുപ്പിയിലാക്കിയിരുന്നു. എന്നാൽ അപ്പുണ്ണിയേട്ടൻ പൊക്കോ, പിന്നെ പാലിൻ്റെ പൈസ തരാത്തവരോട് ഞാൻ മേടിച്ചോളാം കേട്ടോ. അതിനയാൾ തലയാട്ടിക്കൊണ്ട് സൈക്കിൾ കൊണ്ട് നടന്നു. അവൾ വീട്ടിലേക്ക് ആവശ്യമുള്ള പാലും എടുത്തുള്ളിലേക്ക് കയറി. കമലയുടെ കയ്യിൽ പാല് കൊടുത്തു. അവിടെ ഉണ്ടായിരുന്ന കപ്പിൽ ചായ എടുത്ത് കുടിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ നിന്നതും അവിടേക്ക് കമല വന്നു. മോളെ, ഞങ്ങൾ അമ്പലത്തിൽ പോയി വരാം, മോനെയും കൊണ്ട് പോകുന്നുണ്ട്. ശരി, ഞാനെന്നാ കൃഷി ഓഫീസിൽ പോകണമെന്ന് വിചാരിച്ചതാണ്. ഞാൻ പോകുമ്പോൾ അവനും കരയും, അപ്പം അമ്മ കൊണ്ടുപോക്കോ അവനെ എന്ന് പറഞ്ഞ് അവൾ പിറകിലേക്ക് ഇറങ്ങി. പച്ചക്കറികളെല്ലാം നോക്കി നടന്നു. ജോഗിങ്ങിന് പോയവരെല്ലാവരും തിരിച്ചു വന്നു. ബാലൻ കടയിൽ പോവാൻ നിന്നു. അപ്പോഴാണ് അവിടേക്ക് എബി വന്നത്. എടാ, നിനക്ക് ഞങ്ങളുടെ ഒപ്പം നാട്ടിലേക്ക് വന്നൂടെ? നീ കമലയെ കൊണ്ട് അവിടെ നിന്ന് വന്നിട്ട് കുറേ കാലമായില്ലേ? അവൾക്ക് ആരും ഇല്ലാത്തത് കൊണ്ട് അവളെ എല്ലാവരും കുറ്റപ്പെടുത്താനും പിന്നെ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടാവാത്തതിൽ അവളെ ഞാൻ കേൾക്കാതെ ഉപദ്രവിക്കുന്ന തുടങ്ങിയപ്പോൾ അവിടെ നിന്ന് പോന്നതാണ്. പിന്നെ അവിടേക്ക് പോയിട്ടില്ല. എങ്കിൽ ഇത്തവണ നമുക്ക് പോവാം. നിന്റെ തറവാട്ടിൽ ആരുമില്ല, അച്ഛനും അമ്മയും മാത്രമുണ്ട്. ബാക്കിയുള്ളവർ അവരുടെ കാര്യം നോക്കി പോയി. നിന്റെ അച്ഛൻ എന്നെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു അവസാനമായി നിന്നെ ഒന്ന് കാണണമെന്ന്. അതും പറഞ്ഞു ബാലൻ്റെ കണ്ണ് നിറഞ്ഞു. ഞാനൊന്ന് ആലോചിക്കട്ടെ. അപ്പോഴാണ് അവിടേക്ക് ശ്രീകുട്ടി വന്നത്. സാധാ ഒരു കോട്ടൻ്റെ സാരിയാണ് എടുത്തിരിക്കുന്നത്, വേറെ ഒന്നുമില്ല. ഡേവിഡ് അവളെ തന്നെ നോക്കി നിന്നു. മോളെവിടേക്കാ? അച്ഛാ, ഞാൻ കൃഷി ഓഫീസിലൊന്ന് പോയി വരാം എന്ന് പറഞ്ഞ് അവൾ വേഗം നടന്നു. അവളുടെ നടത്തം കണ്ട് എല്ലാവരും അവളെ നോക്കി. ഇടയ്ക്ക് അവൾ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അവൾ പോയതും ഉമ്മറത്തേക്ക് നോക്കിയവർ ചിരി വന്നു. ദേഷ്യത്തിൽ നിൽക്കുന്ന കുഞ്ഞൂട്ടൻ കയ്യിൽ പുതിയ ഡ്രസ്സുമുണ്ട്. അത് കണ്ടപ്പോൾ ബാലൻ മനസ്സിലായി എന്തിനാണ് ശ്രീകുട്ടി ഓടിപ്പോയതെന്ന്. അപ്പൂപ്പൻ്റെ കുഞ്ഞൂട്ടനെ അമ്മ കൊണ്ടുപോയില്ലേ? ഇല്ലെന്നേ, കൊണ്ടുപോയില്ല അപ്പൂപ്പ. സാരമില്ല, കുഞ്ഞൂട്ടനെ ഞങ്ങൾ കൊണ്ടുപോവാം. അവിടേക്ക് വന്ന് സുമയും മേരിയും പറഞ്ഞു. അപ്പോഴേക്കും കമലയും ഒരുങ്ങി വന്നു. അല്ല, എല്ലാവരും എവിടെ പോകുക? ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ട് വരാം, അവർ പറഞ്ഞ് കുഞ്ഞൂട്ടനെയും കൊണ്ട് നടന്നു. ശ്രീകുട്ടി ബസ്സിൽ കയറിയിരുന്നു. അവളെ അറിയുന്നവർക്ക് അവൾ ചിരിച്ചു കൊടുത്തു. ചിലർ അവളെ സ്നേഹത്തോടെ നോക്കിയെങ്കിൽ ചിലർ അവളെ പുച്ഛത്തോടെ നോക്കി. അതവൾ കാര്യമാക്കിയില്ല. അപ്പോഴാണ് അവളുടെ അടുത്ത് ആരോ വന്നിരുന്നത്. അവൾ അവർക്ക് ചിരിച്ചു കൊടുത്തു. അല്ല മോളെ കെട്ടിയവൻ വന്നോ? അല്ല, കുറച്ച് ദിവസമായി മോളെ വീട്ടിലൊരു ചെറുപ്പക്കാരനുണ്ടെന്നറിഞ്ഞു. അതെ, അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ മോനാണ്, അവരും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞവൾ പുറത്തേക്ക് നോക്കി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് ഇറങ്ങാനുള്ള സ്ഥലമെത്തി. അവൾ ഇറങ്ങി നടന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. അവിടെ അവൾ ഒരു കസേരയിലിരുന്നു. അവർ 3 പേരും അമ്പലത്തിലേക്ക് നടക്കുന്ന വഴിയിൽ കുഞ്ഞൂട്ടൻ വാതോരാതെ എന്തൊക്കെയോ പറയുന്നു. അതിനവർ മറുപടി പറയുന്നുണ്ട്. ഒരു നിമിഷം മേരിക്ക് ലിയയെ ഓർമ്മ വന്നു. അവളും ഇങ്ങനെയായിരുന്നല്ലോ, വാതോരാതെ ഓരോന്ന് പറയും. അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നത് കൊണ്ട് തൊഴുത് കഴിഞ്ഞവർ ഇറങ്ങിയതും കുഞ്ഞൂട്ടൻ അവരുടെ മുന്നിലൂടെ ഓടി. മോനെ, പതിയെ ഓട്, വീഴും എന്ന് പറഞ്ഞതും കുഞ്ഞൂട്ടനെ ഒരു വണ്ടി തട്ടി തെറിപ്പിച്ചു പോയി. ഓഫീസിൻ്റെ പുറത്തിരിക്കുമ്പോഴും ശ്രീയുടെ നെഞ്ചു വിങ്ങാൻ തുടങ്ങി. എന്തോ ആപത്ത് വന്നതുപോലെ അവളുടെ മുന്നിൽ ഡേവിഡിൻ്റെയും കുഞ്ഞൂട്ടൻ്റെയും മുഖം തെളിഞ്ഞു വന്നു. അവൾ വിയർത്തു. പെട്ടെന്ന് എണീറ്റു. അപ്പോഴേക്കും അവൾ ഓഫീസിൻ്റെ ഉള്ളിലേക്ക് വിളിച്ചിരുന്നു. അവൾ ഉള്ളിലേക്ക് കയറി. ഡേവിയും കാശിയും കൂടി എന്തോ ഫയൽ നോക്കുമ്പോഴാണ് ഡേവിഡിൻ്റെ ഫോൺ അടിച്ചത്. അവൻ ഫോൺ എടുത്തതും അവൻ്റെ കയ്യിൽ നിന്നും ഫോൺ നിലത്തേക്ക് വീണു.
പിന്നെ പെട്ടെന്ന് തന്നെ അവൻ പുറത്തേക്ക് പാഞ്ഞു. അവൻ്റെ പിന്നാലെ കാശിയും. എബിയും രാമനും ലിയയുടെ അടുത്ത് പോയി. ബാലൻ കടയിലും. ശ്രീ ഓഫീസിൽ നിന്നും എല്ലാവരും കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയതും അവളെ കാത്തു നിൽക്കുന്ന ബാലനെ കണ്ട് അവൾ ബാലൻ്റെ അടുത്തേക്ക് പോയി. എന്താ അച്ഛാ ഇവിടെ? അവൾ ബാലൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു. ബാലൻ്റെ മുഖം കണ്ടപ്പോൾ അവൾക്ക് എന്തോ സംഭവിച്ചതുപോലെ തോന്നി. മോളെ, നമ്മൾക്ക് വേഗം പോവാം എന്ന് പറഞ്ഞ് ബാലൻ ബൈക്കിൽ കയറിയിരുന്നു. അവളൊന്നും മിണ്ടാതെ ബൈക്കിൽ കയറി. കുറച്ചു ദൂരം ചെന്നപ്പോൾ അവൾ ബാലനോട് ബൈക്ക് നിർത്താൻ പറഞ്ഞു. ഒരു ബേക്കറിയിൽ കയറി അവിടെ നിന്നും കുഞ്ഞൂട്ടന് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങി അവൾ ബാലൻ്റെ അടുത്തേക്ക് നടന്നു. അവൾ കൊണ്ടുവരുന്ന കവറ് കണ്ട അയാളുടെ കണ്ണു നിറഞ്ഞു. അയാളൊന്നും പറയാതെ വണ്ടി ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. വീട്ടിലേക്കല്ല പോകുന്നതെന്ന് മനസ്സിലായി അവൾ സംശയത്തിൽ ബാലനെ നോക്കി. ഹോസ്പിറ്റലിൻ്റെ പാർക്കിങ്ങിൽ വണ്ടി നിർത്തി അവൾ ഇറങ്ങി. അവളുടെ ഹൃദയമിടിപ്പ് കൂടി. അവൾ അകത്തേക്ക് കയറി ബാലൻ്റെ ഒപ്പം നടന്നു. ബാലൻ്റെ ഒപ്പം നടന്നു വരുന്ന ശ്രീകുട്ടിയെ കണ്ട് എല്ലാവരും നോക്കി. അവളുടെ കണ്ണുകൾ അവിടെ ഉള്ളവരിൽ പതിഞ്ഞു. അതിൽ തൻ്റെ കുഞ്ഞിനെ കാണാത്തതുകൊണ്ട് അവളുടെ കയ്യിലുള്ള കിറ്റ് നിലത്തേക്ക് വീണു. ശ്രീ അവരുടെ അടുത്തേക്ക് പോയി. ദേവിയെ നോക്കി. അവൾ അവൻ്റെ ഷർട്ടിൽ നിറയെ രക്തം പടർന്നിട്ടുണ്ട്. അത് കണ്ടതും അവളുടെ കണ്ണ് നിറഞ്ഞു. മോളെ, ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവനോടി റോഡിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ഐസ്ക്രീം വിൽക്കുന്നവിടേക്ക് പോവാൻ നിന്നതാണ്. ഞങ്ങൾ എത്തുമ്പോഴേക്കും കുഞ്ഞും റോഡ് മുറിച്ച് കടന്നു. ഒരു കാറ് മോനെ തട്ടിയെന്ന് പറഞ്ഞ് കമലാമ്മ കരഞ്ഞോണ്ട്. അത് കേട്ടതും ശ്രീ ഞെട്ടി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ മുന്നിൽ രാവിലെ തൻ്റെ ഒപ്പം വരാൻ കരഞ്ഞ് കുഞ്ഞൂട്ടൻ്റെ മുഖം മനസ്സിൽ തെളിഞ്ഞു. അവൾ ചുമരിൽ ചാരി നിലത്തേക്കിരുന്നു. അവളുടെ പെട്ടെന്നുള്ള പെരുമാറ്റത്തിൽ എല്ലാവരും ഒന്ന് പേടിച്ചു. ഡേവിഡ് പെട്ടെന്ന് അവളുടെ അടുത്തേക്ക് വന്നു. ഭദ്രേ, അവൻ അവളുടെ തോളിൽ കൈവച്ചു. പക്ഷെ അവൾ അതൊന്നും അറിഞ്ഞിരുന്നില്ല. പെട്ടെന്ന് അവൾ അവിടെ നിന്ന് എണീറ്റുകൊണ്ട് ഓടി. എല്ലാവരും പേടിച്ച് അവളുടെ പിന്നാലെ പോയി. അവൾ പോയത് ഹോസ്പിറ്റലിലുള്ള പ്രാർത്ഥനാ റൂമിലാണ്. അവിടെ ഒരു മുറിയിൽ കൃഷ്ണ വിഗ്രഹം. അതിൻ്റെ അടുത്ത് അവൾ പോയി നിന്നു. കുറച്ചു നേരം അവൾ വിഗ്രഹത്തിലേക്ക് നോക്കി നിന്നു. നിനക്കെന്നെ പരീക്ഷിച്ച് മതിയായില്ലേ കണ്ണ? ഞാൻ നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത്? നശിച്ച ജന്മമാണ് എൻ്റേത്. അച്ഛൻ്റെയും അമ്മയുടെയും സ്നേഹം കിട്ടാൻ ഭാഗ്യമില്ലാതെ നശിച്ച ജന്മം. എൻ്റെ കുഞ്ഞിനെ എന്നിൽ നിന്ന് അകറ്റല്ലേ കണ്ണ. എനിക്ക് വേറെ ആരുമില്ല. അവൾ നെഞ്ചു പൊട്ടി കരഞ്ഞുപോയി. അവളുടെ കരച്ചിൽ കണ്ട് കമലാമ്മ ബാലൻ്റെ നെഞ്ചിൽ വീണു. ഡേവിഡിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകി. വേണമെങ്കിൽ എൻ്റെ ജീവൻ എടുത്തോ, എനിക്കെൻ്റെ മോനെ തിരിച്ചുതാ കണ്ണ. കമല ഓടിപ്പോയി അവളെ എണീറ്റ് നിർത്തി നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. മോളെ, കുഞ്ഞൂട്ടനൊന്നും വരില്ല, മോൾ പേടിക്കാതെ. അവർ അവളെ പിടിച്ചുകൊണ്ട് വന്നു. അവിടെയുള്ള ബെഞ്ചിലിരുത്തി ഡേവിഡ് അവളെ തന്നെ നോക്കി നിന്നു. അവളുടെ മുന്നിൽ കുഞ്ഞൂട്ടൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നി. അവളെ നോക്കി ഒരു ചെയറിലിരുന്നു അവൻ. കണ്ണടച്ചാണ് അവൾ കിടക്കുന്നത്. ഇടക്ക് നെറ്റി ചുളിയുന്നുണ്ട്. അവൻ അവളെ സംശയത്തോടെ നോക്കി. അവളുടെ മാറിൽ നനവ് പടർന്നറിഞ്ഞതും അവൾ ഞെട്ടി കണ്ണു തുറന്നു. തൻ്റെ മാറിലേക്ക് നോക്കി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. പാല് പോയി അവളുടെ സാരി മുൻഭാഗം നനഞ്ഞിരിക്കുന്നു. കൂടാതെ വേദനയും. അവളുടെ കണ്ണിൽ കുഞ്ഞൂട്ടൻ്റെ കള്ളച്ചിരി തെളിഞ്ഞു വന്നു. അവൾ കമലമ്മയെ നോക്കി. അവൾ കരഞ്ഞുകൊണ്ട് ബാലൻ്റെ നെഞ്ചിൽ കിടക്കുന്നുണ്ട്. അവൾക്ക് മാറ് കഠിനമായ വേദന തോന്നി. കണ്ണടച്ചു വേദന സഹിച്ചു പിടിച്ചു. കണ്ണു തുറന്നതും കണ്ടു തന്നെ നോക്കിയിരിക്കുന്ന ഡേവിഡിനെയാണ്. അവൻ അവളുടെ അടുത്തേക്ക് പോവാൻ നിന്നതും ഐസിയുവിൽ നിന്നും ഡോക്ടർ ഇറങ്ങി വന്നു. അവൾ ഡോക്ടറുടെ അടുത്തേക്ക് ഓടി. ഡോക്ടർ, എൻ്റെ മോൻ. കുഴപ്പമൊന്നുമില്ല, ചെറുതായി നെറ്റി മുറിഞ്ഞു. പിന്നെ ചെറിയ കുട്ടിയല്ലേ, അതുകൊണ്ടാണ് ഐസിയുവിൽ കയറ്റിയത്. കുറച്ച് കഴിയുമ്പോൾ റൂമിലേക്ക് മാറ്റും എന്ന് പറഞ്ഞ് ഡോക്ടർ പോയി. എല്ലാവർക്കും സമാധാനമായി. അപ്പോഴും കണ്ണടച്ചിരിക്കുവാണ് ശ്രീ. അപ്പോഴാണ് മേരി അവളെ ശ്രദ്ധിച്ചത്. അവർ അവളുടെ അടുത്തേക്ക് പോയി. മോളെ. അവൾ കണ്ണു തുറന്ന് മേരിയെ നോക്കി. മോള് പോയിന്ന് ഫ്രഷായി വരൂ, ഇവിടെ റൂം എടുത്തിട്ടുണ്ട്. അവൾ അവരെ നോക്കി. പിന്നെ ഐസുവിലേക്ക് നോക്കി. എല്ലാ എന്ന് തലയാട്ടി. അവളുടെ അടുത്തേക്ക് കമലാമ്മ വന്നു. മോളെ, അമ്മയെ നോക്കിക്കേ മോള്. ഈ കോലത്തിൽ കുഞ്ഞിൻ്റെ അടുത്തിരുന്നാൽ അവന് ഇൻഫെക്ഷൻ വരില്ലേ? മോള് പോയി ഡ്രസ്സെല്ലാം മാറ്റി വരൂ എന്ന് പറഞ്ഞ് കമലാമ്മ അവളെയും വിളിച്ചുകൊണ്ട് പോയി. ഡെവി. കാശി അവന് നേരെ ഫോൺ നീട്ടി. അവൻ സംശയത്തോടെ കാശിയെ നോക്കി. പിന്നെ ഫോണ് വാങ്ങി. ഹലോ. ഡെവി ഫോൺ എടുത്തുകൊണ്ട് ചോദിച്ചു. ഹലോ ഡേവിഡ്, എന്തു പറ്റി? തൻ്റെ കുഞ്ഞിനൊന്നും പറ്റിയില്ല എന്ന് സമാധാനിക്കുകയാണോ? എങ്കിൽ വേണ്ട കേട്ടോ, ഇത് തനിക്കൊരു വാണിംഗ് ആണ്. അവരുടെ ജീവിതത്തിലേക്ക് വരാതിരിക്കാനുള്ള വാണിംഗ് എന്ന് പറഞ്ഞ് അയാൾ പൊട്ടിച്ചിരിച്ചു. ഡാ പൊന്ന മോനെ, ആരാടാ നീ? നിനക്കറിയില്ലടാ ഡേവിഡിനെ.
എൻ്റെ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്ന് പോയ ഓരോ തുള്ളി രക്തത്തിനും നിന്നെ ഞാൻ അനുഭവിപ്പിക്കും. അവന് ദേഷ്യത്തോടെ ഫോൺ നിലത്തേക്കെറിഞ്ഞു. അവൻ്റെ ദേഷ്യം കണ്ട് എല്ലാവരും അവനെ തന്നെ നോക്കാൻ തുടങ്ങി. അവന് കാശിയെ നോക്കി. അതിൻ്റെ അർത്ഥം മനസ്സിലായ പോലെ അവനും കാശിയും പുറത്തേക്ക് പോയി. ശ്രീ റൂമിലെത്തി ബാത്റൂമിൽ കയറിയപ്പോഴേക്കും കമലാമ്മ അവൾക്ക് ഡ്രസ്സ് കൊണ്ടുവന്ന് കൊടുത്തു. അവൾ അത് എവിടെ നിന്ന് കിട്ടിയെന്ന് സംശയത്തിൽ നോക്കിയതും അത് മനസ്സിലാക്കിയ കമലാമ്മ പറഞ്ഞു, ഡെവി ഒരാളെ വിട്ട് പേടിപ്പിച്ചതാണെന്ന്. അവൾ ഫ്രഷായി ഇറങ്ങിയപ്പോഴേക്കും കുഞ്ഞൂട്ടനെയും കൊണ്ട് നേഴ്സ് വന്നിരുന്നു. ശ്രീ കുഞ്ഞൂട്ടനെ കണ്ടതും ഓടിപ്പോയി അടുത്തിരുന്ന് നെറ്റിയിൽ കെട്ടിവെച്ചിട്ടുണ്ട്. ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. അവൾ അവൻ്റെ നെറ്റിയിൽ ഒന്ന് തലോടി. അവളുടെ കണ്ണുകൾ നിറഞ്ഞു വന്നു. കുഞ്ഞൂട്ടൻ്റെ മേലെ കണ്ണു തുറന്നു. ആദ്യം ഒന്ന് കരഞ്ഞു. പിന്നെ തൻ്റെ അടുത്തിരിക്കുന്ന ശ്രീയെ കണ്ട് ചുണ്ടു പിളർത്തി അവളെ നോക്കി. വാവായി. അത് കേട്ടതും അവളുടെ കണ്ണു നിറഞ്ഞു. അവൾ കുഞ്ഞൂട്ടനെ വാരിയെടുത്ത് മുഖം മുഴുവനും ചുംബിച്ചു. ഒന്നുമില്ല കുഞ്ഞൂട്ട, അമ്മയുടെ പൊന്നിന് വേഗം മാറും കേട്ടോ. അപ്പോഴാണ് കുഞ്ഞൂട്ടൻ എല്ലാവരെയും കണ്ടത്. അവൻ എല്ലാവരെയും തിരിഞ്ഞു. അതിൽ ഡേവിഡിനെ മാത്രം കാണാത്തത് കൊണ്ട് അവൻ്റെ മുഖം വാടി. പെട്ടെന്ന് ഡേവിഡ് വാതിൽ തുറന്നുകൊണ്ട് വന്നു. അവനെ കണ്ടതും കുഞ്ഞൂട്ടൻ്റെ കണ്ണ് വിടർന്നു. ഡേവിഡ് കുഞ്ഞൂട്ടനെ കണ്ട് വേഗം ഓടി വന്ന് കുഞ്ഞൂട്ടനെ എടുത്ത് മുഖം മുഴുവനും ചുംബിച്ചു. അവൻ്റെ കയ്യിൽ നിന്ന് ശ്രീകുട്ടിയുടെ കയ്യിലേക്ക് ചാടി അവളുടെ മാറിൽ മുഖം ചേർത്ത് കിടന്നു. അവൻ്റെ ആവശ്യം മനസ്സിലായതും എല്ലാവരും വീട്ടിൽ പോയി വരാമെന്ന് പറഞ്ഞു പോയി. ശ്രീ കുഞ്ഞിന് പാല് കൊടുത്തു. ക്ഷീണം കൊണ്ട് കുഞ്ഞൂട്ടൻ്റെ കണ്ണടഞ്ഞു വന്നു. ശ്രീയും കണ്ണടച്ച് കുഞ്ഞൂട്ടനെ മെല്ലെ തട്ടിക്കൊടുത്ത് അവനെ ഉറക്കി. ഡേവിഡ് മുറിയിലേക്ക് വന്നതും കുഞ്ഞൂട്ടനെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന ശ്രീയെയാണ് കണ്ടത്. അവൻ അവരുടെ അടുത്ത് പോയി നിന്നു. പിന്നെ പുറത്തേക്കിറങ്ങി അവിടെയുള്ള ചെയറിലിരുന്ന് കണ്ണടച്ചു. അവൻ പോയതും ശ്രീ കണ്ണു തുറന്നു. പിന്നെ തൻ്റെ അടുത്ത് കിടക്കുന്ന കുഞ്ഞൂട്ടനെ നോക്കി അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഡേവിഡ് കണ്ണടച്ചുകൊണ്ട് ചെയറിൽ ഇരിക്കുന്നുണ്ട്. അവൻ്റെ അടുത്തേക്ക് കാശി വന്നിരുന്നു. എന്തായി, അന്വേഷിച്ചോ? നമ്മൾ വിചാരിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. എല്ലാത്തിനും പിന്നിൽ ഏട്ടനും അനിയത്തിയും തന്നെയാണ്. അതിൽ ലിയയുടെ അപകടം പോലും അവർ നടത്തിയതാണ്. അത് കേട്ടതും ഡേവിഡിൻ്റെ കണ്ണിൽ പകയാളി. പക്ഷേ ചില കാര്യങ്ങൾ വ്യക്തമാവുന്നില്ല. അതറിയാവുന്നത് 2 പേർക്കാണ്. ഒന്ന് ഭദ്രയ്ക്ക്, പിന്നെ ലിയ മോൾക്ക്. ഭദ്ര ഒരിക്കലും അത് പറയില്ല. അവൾക്ക് പറയാനുള്ളത് കേൾക്കാതെ അന്നങ്ങനെയൊക്കെ നടന്നത് എന്ന് പറഞ്ഞ് ഡെവി കണ്ണടച്ചു. അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകി. ഡെവി, ഇനി എന്താ പ്ലാന്? എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് നമുക്ക് നാട്ടിലേക്ക് പോകണം. അല്ലെങ്കിൽ അവർ ലിയയെ വെച്ച് കളിക്കും. ലിയ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് അവർക്കറിയില്ല. അതിന് നമ്മുടെ കൂടെ നാട്ടിലേക്ക് വരാൻ അവൾ സമ്മതിക്കുമോ? അവൾ നമ്മുടെ പഴയ ശ്രീയല്ല. അതെനിക്കും അറിയാം. അവൾ നമ്മൾ പറയുന്നത് കേൾക്കാൻ കൂടി നിൽക്കില്ല. പക്ഷേ ഒരാൾ പറഞ്ഞാൽ അവൾ കേൾക്കും. അതാരാണ്? ബാലൻ അങ്കിൾ പറഞ്ഞ അവൾ കേൾക്കും. അങ്കിളിനോടെല്ലാം പറയണം. കുഞ്ഞൂട്ടൻ്റെ സുരക്ഷയോർത്ത് അവൾ വരും. ഇവിടെ നിന്നും ഇറങ്ങിയാൽ ഉടനെ തന്നെ അങ്കിളിനെ കാണണം എന്ന് പറഞ്ഞവൻ ഫോണെടുത്ത് പുറത്തേക്ക് നടന്നു. പിറ്റേ ദിവസം അവർ കുഞ്ഞൂട്ടനെയും കൊണ്ട് വീട്ടിലെത്തി. ഡേവിഡിൻ്റെ കാറിലാണ് അവൾ വന്നത്. കാറിൽ നിന്ന് ഇറങ്ങുന്ന അവരെ ദേഷ്യത്തിൽ നോക്കി മീര. കുഞ്ഞൂട്ടനെ എല്ലാവരും നല്ലവണ്ണം നോക്കി. ബാലൻ്റെ അടുത്ത് ഡേവിഡ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ബാലൻ അതിന് സമ്മതിച്ചു. പക്ഷേ ഉത്സവം കഴിഞ്ഞ് പോയാൽ മതിയെന്ന് ബാലൻ അവരോട് പറഞ്ഞു. അതിനവർ സമ്മതം അറിയിച്ചു. ഒരാഴ്ചയ്ക്ക് ശേഷം ഇന്നാണ് ഉത്സവം. മീര ഭയങ്കര സന്തോഷത്തിലാണ്. കാരണം ഇന്നെല്ലാവരുടെയും മുന്നിൽ ശ്രീകുട്ടിയെ നാണം കെടുത്തും. അതിനുവേണ്ടി ഗിരിയും അവൻ്റെ കൂട്ടുകാരനും നേരത്തെ എത്തിയിരുന്നു. അങ്ങനെ എല്ലാവരും അമ്പലത്തിലേക്ക് പോവാനൊരുങ്ങി. ശ്രീ അമ്പലത്തിലേക്കില്ല എന്ന് പറഞ്ഞിരുന്നു. കമൽ ഒരുപാട് നിർബന്ധിച്ചുവെങ്കിലും അവളില്ല എന്ന് പറഞ്ഞു. ഡേവിഡ് എന്തോ ആവശ്യത്തിന് വേണ്ടി പുറത്തേക്ക് പോയി. കുഞ്ഞൂട്ടൻ നബി എടുത്തിട്ട് അവർ പോകുന്നത് നോക്കി അവിടെ ഒരാൾ നിന്നിരുന്നു. അയാൾ ഫോണെടുത്ത് ഗിരിക്ക് വിളിച്ചു പറഞ്ഞു. ശ്രീകുട്ടി അവർ പോയതും അവൾ തൊടിയിലേക്ക് ഇറങ്ങി കുറച്ചു നേരം ജോലി ചെയ്തു. പിന്നെ പശുവിനെ തൊടിയിൽ കെട്ടി തൊഴുത്ത് ഒഴുക്കി വൃത്തിയാക്കി. അവൾ തൊടിയിലെ ചീരയെയും പയറിൻ്റെയും അടുത്ത് പോയി നോക്കി. പിന്നെ തെങ്ങിന് തടം കീറി. അങ്ങനെ അവൾ കുറച്ച് ജോലികൾ ചെയ്തുകൊണ്ടിരുന്നു. ജോലി ചെയ്തു കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ അവൾ നന്നായി ക്ഷീണിച്ചിരുന്നു. അവൾ വേഗം വീട്ടിലേക്ക് നടന്നു. പിന്നെ കുളിക്കാൻ കയറി. അപ്പോഴും അവൾ അറിഞ്ഞിരുന്നില്ല തനിക്ക് വേണ്ടി പതിഞ്ഞിരിക്കുന്ന അപകടം. ഡേവിഡ് പോയത് ഒരു ആയുർവേദ ആശുപത്രിയിലാണ്. കൂടെ തന്നെ കാശിയും ഉണ്ടായിരുന്നു. അവർ ഡോക്ടറെ കണ്ട് ലിയയുടെ മുറിയിലേക്ക് നടന്നു. ലിയയുടെ മുറിയിൽ വാതിൽ മുട്ടിയപ്പോൾ അത് തുറന്നത് അന്നമ്മച്ചിയാണ്. അവരെ കണ്ടതും മിണ്ടാതെ വാതിൽ തുറന്നുള്ളിലേക്ക് പോയി. ശ്രീകുട്ടി പോയത് മുതൽ അമ്മച്ചി ഇങ്ങനെയാണ്. ആരോടും മിണ്ടാറില്ല. ലിയയുടെ ഒപ്പം നിൽക്കുന്നത് തന്നെ അവരെ കാണാതിരിക്കാൻ വേണ്ടിയാണ്. അമ്മച്ചിക്ക് ശ്രീയോട് ചെയ്തത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല.
പക്ഷേ എല്ലാത്തിനും കാരണം ലിയയാണ് എന്ന് അവർക്കറിയില്ല. അതുകൊണ്ടാണ് അവർ ലിയയോടൊപ്പം നിൽക്കുന്നത്. ഡെവിക്ക് അമ്മച്ചിയുടെ അവഗണന സഹിക്കാൻ പറ്റാത്തതുപോലെ തോന്നി. അവൻ അമ്മച്ചിയുടെ മുന്നിൽ വന്നിരുന്നു. അമ്മച്ചി അവനെ വിളിച്ചത് കേൾക്കാത്ത പോലെ ഇരുന്നു അവർ. അത് കണ്ടതും ഡേവിഡിൻ്റെ കണ്ണ് നിറഞ്ഞു. അവൻ്റെ കണ്ണ് നിറഞ്ഞത് കണ്ടതും അമ്മച്ചിക്ക് സങ്കടം വന്നു. കാരണം ദേവി അത്രയ്ക്ക് ഇഷ്ടമാണ് അവർക്ക്. അവർ കണ്ണടച്ച് അവരുടെ മനസ്സിൽ ശ്രീകുട്ടിയുടെ മുഖം തെളിഞ്ഞു. അവൾ ചിരിക്കുന്നതും പിന്നെ കുറുമ്പ് കാണിക്കുന്നതും. അവർ കണ്ണു തുറന്ന് ദേവിയെ നോക്കി പുറത്തേക്ക് പോയി. അവൻ കണ്ണു തുടച്ച് ലിയയുടെ അടുത്ത് വന്നിരുന്നു. കണ്ണു തുറന്ന് മുകളിലേക്ക് നോക്കി കിടക്കുന്നുണ്ട്. മോളെ, നിന്നെ ഇതുപോലെയാക്കിയ ആളെ ഞാൻ വെറുതെ വിടില്ല. പിന്നെ മോളെ, ഞാൻ നമ്മുടെ ശ്രീകുട്ടിയെ കണ്ടുപിടിച്ചു കേട്ടോ. അത് കേട്ടതും അവളുടെ കണ്ണ് നിറഞ്ഞു. കൂടെ ഒരു കുഞ്ഞു കുറുമ്പൻ കൂടിയുണ്ട് എന്ന് പറഞ്ഞ് അവൻ ഫോണെടുത്ത് കുഞ്ഞൂട്ടൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. അതിൽ അവൻ വികൃതി കാണിച്ചു നിൽക്കുന്നതാണ്. അടുത്ത് തന്നെ വടിയെടുത്ത് ശ്രീകുട്ടിയുമുണ്ട്. അവരെ കണ്ടതും അവളുടെ കണ്ണ് വിടർന്നു. അവളുടെ കണ്ണ് കുഞ്ഞൂട്ടൻ്റെ മേലിൽ പതിഞ്ഞു. അവളുടെ കണ്ണ് നിറഞ്ഞു വന്നു. അവളോട് ചെയ്തത് അവളുടെ മുന്നിൽ തെളിഞ്ഞു വന്നു. തന്നോട് അവൾ പൊറുക്കുമോ? താൻ കാരണം ഇച്ചായനും ശ്രീയും പിരിഞ്ഞത് അല്ല, അവർ എന്നെ വെച്ചു. അവർ പിരിച്ചു. എൻ്റെ മനസ്സിൽ വിഷം കുത്തി വെച്ചു. ഇല്ല, ഞാൻ ആരെയും വെറുതെ വിടില്ല. ഞാൻ ഇവിടെ നിന്ന് എണീറ്റോടെ വെറുതെ വിടില്ല ആരെയും. ലിയയുടെ കണ്ണിൽ പകയാളി. ശ്രീകുട്ടി കുളി കഴിഞ്ഞു മുടി തോർത്തുമ്പോഴാണ് അവളുടെ പിന്നിലൂടെ കെട്ടിപ്പിടിച്ചത്. അവൾ പേടിച്ചു തിരിഞ്ഞു നോക്കിയപ്പോൾ അവൾ അവിടെ നിൽക്കുന്ന ഗിരിയെ കണ്ടവൾക്ക് ദേഷ്യം വന്നു. ഡോ, നീ എന്താ ഇവിടെ? മര്യാദയ്ക്ക് പുറത്തു പോ. അങ്ങനെ പുറത്തു പോവാൻ വന്നതല്ല മോളെ ഞാൻ. നീ ഇവിടെ വേറെ ആരൊക്കെയോ താമസിപ്പിച്ചു എന്ന് കേട്ടു. അത് അറിയാൻ വന്നതാണ് എന്ന് പറഞ്ഞ് അവൻ അവളെ ഒന്ന് ഒഴിഞ്ഞു നോക്കി. അവൻ്റെ നോട്ടത്തിൽ അവൾക്ക് തൻ്റെ ശരീരത്തിൽ പുഴുവരിക്കുന്നത് പോലെ തോന്നി. അവൾക്ക് ചെറുതായി ഭയം തോന്നിയെങ്കിലും അവൾ അത് പുറത്ത് കാണിച്ചില്ല. മര്യാദയ്ക്ക് പുറത്തേക്ക് പോകുന്നതാണ് ഗിരി നിനക്ക് നല്ലത്. അല്ലെങ്കിൽ അന്ന് നിന്റെ കയ്യിൽ വെട്ടുകൊണ്ട പോലെ ഇനി നിന്റെ കഴുത്തിൽ വെട്ടുകൊള്ളും. ഞാൻ സമയമാവുമ്പോൾ പുറത്തേക്ക് പൊക്കോളാം. അതിനു മുൻപ് എനിക്കൊരു കാര്യം ചെയ്ത് തീർക്കാനുണ്ട് എന്ന് പറഞ്ഞ് അവൻ അവളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരുന്നു. അവൻ വരുന്നതിനനുസരിച്ച് അവൾ പിറകിലേക്ക് പോയി. ഇപ്പം ഇവിടെ പോയി നിന്റെ ധൈര്യം എന്ന് പറഞ്ഞ് അവളുടെ സാരിയിൽ പിടിച്ചു വലിക്കാൻ ഒരുങ്ങിയതും അവനൊരു ചവിട്ട് കൊണ്ട് വീണു. അവൾ ഞെട്ടി കണ്ണു തുറന്നു. അവിടെ നിൽക്കുന്ന ആളെ കണ്ട് അവളുടെ കണ്ണ് നിറഞ്ഞു.